വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സുനീഷ. മറ്റൊരു വാർത്തയിലേക്ക്. തൃശൂർ ചാവക്കാട് ഉറങ്ങുന്നതിനിടെ യുവാവിന്റെ മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ചു. തലനാരിഴക്കാണ് വൻ ദുരന്തം ഒഴിവായത്. ഒരുമനയൂർ മൂന്നാം കല്ലിൽ കാസിമിന്റെ മകൻ മുഹമ്മദ് ഫഹീമിന്റെ ഫോണാണ് പൊട്ടിത്തെറിച്ചത്. ഇന്ന് രാവിലെ 4 മണിയോടെയാണ് സംഭവം. ജെയ്സൺ ജാമോളപ്പൽ. ജെയ്സൺ, എന്താണ് സംഭവിച്ചത്? ഫോൺ പൊട്ടിത്തെറിച്ച് ഉണ്ടായ അപകടത്തിൽ വലിയ രീതിയിൽ മുറിക്കകത്ത് വലിയ പുകയും മറ്റും ഉണ്ടായി. കട്ടിൽ കിടക്ക ഭാഗ്യമായി കത്തി നശിക്കുന്ന സാഹചര്യം ഉണ്ടായി. ചാവക്കാട് ഒരുമനയൂർ മൂന്നാങ്കല്ലിൽ പാറാട്ടുപീട്ടിൽ കാസിമിന്റെ വീട്ടിലാണ് ഇത്തരമൊരു സംഭവം പുലർച്ചയോടെ ഉണ്ടാകുന്നത്. അദ്ദേഹത്തിന്റെ മകൻ മുഹമ്മദ് തന്റെ ഫോൺ കിടക്കുന്നതിന് സമീപത്ത് വെച്ച് കിടന്നുറങ്ങുകയായിരുന്നു. ഇതിനിടയിലാണ് ഫോൺ പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ശബ്ദം കേട്ട് എണീറ്റ് നോക്കുമ്പോൾ മുറി മുഴുവൻ പുകയായിരുന്നു. പിന്നീട് അത് വെള്ളമൊഴിച്ച് തീ അണയ്ക്കുന്ന സ്ഥിതിയുണ്ടായി. റെഡ്മി കമ്പനിയുടെ ഫോണാണ് പൊട്ടിത്തെറിച്ചത്. പക്ഷേ ഫോൺ പൊട്ടിത്തെറിച്ചതിന്റെ കാരണം ഇതുവരെയും വ്യക്തമായിട്ടില്ല നികേഷ്. സാധാരണഗതിയിൽ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ബാറ്ററി പൊട്ടിത്തെറിക്കലൊക്കെ തന്നെയും. അത് വലിയ ദുരന്തമായി. ഇപ്പോൾ പ്രത്യേകിച്ച് ഇതിൽ നിന്ന് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് കിടക്കയിൽ ഫോൺ വെച്ചാലുള്ള ബുദ്ധിമുട്ടുകളാണ്. പൊട്ടിത്തെറിച്ചാൽ കിടക്ക കത്തുന്നു, വലിയ ദുരന്തമുണ്ടാകുന്നു എന്നുള്ളതാണ് ആ ദൃശ്യങ്ങൾ തെളിയിക്കുന്നത്. തീർച്ചയായും നികേഷ്, ഇത്തരത്തിൽ ഫോൺ പല സ്ഥലത്തും പൊട്ടിത്തെറിക്കുന്ന വാർത്തകൾ തുടർച്ചയായി വരുന്നുണ്ട്. ഈ രീതിയിൽ തന്നെയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന സംഭവം. പുലർച്ചെ ഉണ്ടായ ഫോണിന്റെ പൊട്ടിത്തെറി വീട്ടുകാരെ മേറെ അമ്പരിപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത് പൊട്ടിത്തെറിച്ചതെന്ന കാരണം വ്യക്തമാകാതിരിക്കുന്നിടത്തോളം കാലം ഈ ഭയം, പൊതുവെ മൊബൈൽ ഫോണിന്റെ ഉപയോഗം അമിതമായ സാഹചര്യത്തിൽ ഈ ഭയം നിലനിൽക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സംഭവം വെളിവാക്കുന്നത്. നികേഷ്, ജെയ്സൺ ചാമോളപ്പിലാണ് വിശദാംശങ്ങൾ നൽകുന്നത്. റെഡ്മി ഫോണാണ് പൊട്ടിത്തെറിച്ചത്. ഫോണുകൾ കിടക്കയിൽ വെച്ച് ഉറങ്ങുന്നവർക്ക് ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ ദൃശ്യം.